ഹലോ, വരൻ എവിടെ പോകുന്നു? ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓ, അതിനെന്തിനാണാവോ പുറത്തോട്ട് പോണത്? അകത്തുനിറയെ ആളുകളല്ലേ. അത് സാരമില്ല, അകത്തൊഴിച്ചാ മതി. ഇപ്പൊ നീ ഇവിടുന്ന് പുറത്ത് പോകണ്ട, അകത്തേക്ക് പോടാ. എന്റെ സുഹൃത്ത് എനിക്ക് മൂത്രം ഒഴിച്ചിട്ട് ആ വഴി വീട്ടിൽ പോണ്ട. അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞ ടെലഗ്രാം വന്നിരുന്നു. ടെലഗ്രാമോ? അല്ല, ഫോൺ വന്നു. ഫോണാ? ഏത് ഫോൺ? ഒരാള് വന്ന് പറഞ്ഞാണ് ചങ്ങാതി. ആരും ഒന്ന് പറഞ്ഞാലും നീ ഇവിടുന്ന് പോവില്ല. മര്യാദക്ക് അങ്ങോട്ട് ചെല്ലടാ. എന്ത്? ഇങ്ങോട്ട് ഒറ്റ കീറ്. എന്ത്? കോട്ട് കീർന്ന്. അങ്ങോട്ട് ചെല്ലടാ. ഇനി എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോണേണ്. ഇതാണ് വരൻ. കൊട്ടാരം വീട്ടിൽ ദേവിത്തമ്പ്രാട്ടിയുടെ മകൻ പ്രേമചന്ദ്രൻ. എന്ത് കോമാടാ? ബികോം. ആ കോം. ഈ കോം. ഇനി കല്യാണ പെണ്ണിനെ പരിചയപ്പെടുത്താം. നിക്ക് ചേട്ടാ, പെണ്ണിനെ നമുക്ക് പരിചയപ്പെടുത്തണ്ട. അതിലൊരു ഫ്യാഷൻ കിടക്കട്ടെ. കല്യാണ പെണ്ണ് ഇപ്പൊ ഇവിടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അത് കൊള്ളാം. നിക്കടാ, എന്താണ് ഇത്ര ധൃതി? പെണ്ണിനെ പരിചയപ്പെടുത്തട്ടെ. അല്ല, അതെല്ലാവർക്കും അറിയാലോ. എന്നാലും പെണ്ണിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം, അതാണ് അതിന്റെ ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് പോരെ. മിണ്ടായിടോ, നീ പരിചയപ്പെടുത്ത്. ഈ നിക്കണ എന്റെ മോള് മാളുവാണ് വധു. കല്യാണം കൊട്ടാരം വീട്ടിൽ വെച്ച് തീയതി മുഹൂർത്തമൊക്കെ എല്ലാവരെയും ഞങ്ങൾ അറിയിക്കും. ഇങ്ങനൊരു കല്യാണം ഈ നാട്ടിൽ നടന്നു കാണത്തില്ല. അത്രയ്ക്ക് പൊടി പൊടിച്ച് നടത്തും എന്റെ മോക്കടെ കല്യാണം. വല്യമ്മാവ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. പറയാതിരുന്നത് പേടിച്ചിട്ടാ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലല്ലോ. ഇനി എന്നെ കൊന്നാലും ശരി, ഞാനത് പറയും. ഇനി ഞാൻ പറയാതിരുന്ന അത് ഞാൻ വല്യമ്മാവനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. വല്യമ്മാവ, അമ്മുവിന് ഇത്രയും നാൾ വന്ന കല്യാണാലോചനകൾ ഓരോന്നായി മുടങ്ങിപ്പോയില്ലേ? മുടക്കിയത് ആരാന്നറിയോ? ഇപ്പൊ അമ്മുവിന്റെ കല്യാണം നടക്കുന്നതായപ്പോ ആ ചെറുക്കൻ മാളുവിന്റെ ചെറുക്കനായത് എങ്ങനെയാണെന്നറിയോ? ഇനിയും ഞാൻ പറയണോ? എനിക്കതിനുള്ള ശക്തിയില്ല. എങ്കിലും ഞാൻ പറയാം. വല്യമ്മാവനെ ചതിക്കുകയായിരുന്നു. ഇത്രയും നാൾ വല്യമ്മാവനെ ചെറിയമ്മാവൻ ചതിക്കുകയായിരുന്നു. എന്താടാ പറഞ്ഞത്? എന്റെ അനിയനെ ചതിച്ചെന്നോ? അതെ, കൊന്നുകളയും ഞാൻ. കൊന്നോളൂ. പക്ഷേ കൊല്ലുന്നതിന് മുമ്പ് ഒന്നോർക്കണം. ചതിക്കാനല്ലായിരുന്നെങ്കിൽ കല്യാണ പെണ്ണാന്നും പറഞ്ഞ് മാളുവിനെ പരിചയപ്പെടുത്തിയതെന്തിനാ? അതിത്രയും പേരുടെ മുമ്പിൽ കൊട്ടിഘോഷിച്ചെന്തിനാ? കൊട്ടാരം വീട് സ്ത്രീധനമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ റാസ്കൽ പ്രേമേന്ദ്രനും ഇതിൽ കൂട്ടുനിന്നു. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ അനിയൻ എന്നെ ദ്രോഹിക്കില്ല. എന്തിനാണ് അവൻ എന്നെ ദ്രോഹിക്കുന്നത്? ഇനിയും മനസ്സിലായില്ലെങ്കിൽ അതും പറയാം. അമ്മുവിന് വേറൊരു അവകാശി വന്നില്ലെങ്കിൽ പിന്നെ ഈ സ്വത്തുക്കൾക്ക് മുഴുവൻ ഒറ്റ അവകാശിയേ ഉള്ളൂ. അത് ചെറിയമ്മാവനാ. ഏറ്റു ഏറ്റു ശകലം ഓവറായി പോയോ എന്നൊരു സംശയം. കറക്റ്റായിരുന്നു. അതെ. അപ്പൊ അമ്മുവിന്റെ കാര്യം? അമ്മുവിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞില്ലേ? പിന്നെ അല്ല, ചേട്ടൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? ദേ, അവിടെ എല്ലാവരും ചേട്ടനെ ചോദിക്കണ്. എന്തു പറ്റി ചേട്ടാ? എന്താ ചേട്ടാ? നിനക്ക് എന്റെ സ്വത്തുക്കൾ വേണം. പറയടാ, നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? കൊട്ടാരം വീടാ, അതോ ഈ വീടാ? എന്റെ സമ്പാദ്യങ്ങളാ? എന്താ നിനക്ക് വേണ്ടത്? ചേട്ടൻ എന്താണ് ഈ പറയണത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എനിക്കുള്ളതെല്ലാം ഞാൻ തരാം. പക്ഷെ എന്റെ മോള്
അവളെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിന് ശ്രമിച്ചവരെ ഒന്നിനെ ഞാൻ വെറുതെ വിടുകയില്ല. ചേട്ടാ ചേട്ടൻ എന്താണ് പറ്റിയത്? വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. ഈ കൂട്ടുകച്ചവടം നമുക്ക് അവസാനിപ്പിക്കാം. എന്നെയും എന്റെ മോളെയും ഇനി ഉപദ്രവിക്കാൻ വന്നാലുണ്ടല്ല. ഇയാൾക്ക് എന്താണ് വട്ടളയ്യ? അല്ല, അളിയന് ഇതൊരു കാര്യം മനസ്സിലായില്ലേ? കൊട്ടാരം വീട് മാളൂന് സ്ത്രീധനമായി കൊടുക്കുന്ന കാര്യം നമ്മ തമ്മിൽ ഇന്നലെ സംസാരിച്ചില്ലേ? അതറിഞ്ഞപ്പോ മുതലുള്ള ഏനക്കേടായത്. എന്ത് കാര്യത്തിന് ഒറ്റ കെട്ടായി നിന്നിട്ട് ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കാണിച്ച ഒട്ടും ശരിയായില്ല. എടോ, തനിക്ക് കൊട്ടാരം വീട് വേണം. എന്നേക്കാ വലുത് തനിക്ക് അതാണെങ്കിലേ താൻ എടുത്തോടോ. അതിലും വലുത് എനിക്കെന്റെ മകളാ. താനെന്താണ് മൊന വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. വേണ്ട, ഇനിയും നിന്റെ ഈ അഭിനയം എന്നോട് വേണ്ട. നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി. താൻ എന്ത് മനസ്സിലാക്കിയെന്നാണ്? നീ വിചാരിച്ച എന്റെ മോൾ ഇരുന്നു പോവുകയൊന്നുമില്ല. അവക്കടെ കല്യാണം നടക്കും. ഇനി ഞാൻ ചതിക്കുഴിയിൽ ഇറങ്ങൂലടാ. ഇനി നിനക്കെന്നെ ചതിക്കാൻ സാധിക്കൂലടാ. താൻ എന്താണ് പറഞ്ഞത്? ഞാൻ തന്നെ ചതിച്ചെന്ന ഓക്കത്തരം പറയരുതും. പറയണോ, ഞാൻ എങ്ങനെയാണ് ചതിച്ചേ? എടോ, താനെന്നെ തല്ലിയില്ലേ? എനിക്ക് സങ്കടമില്ലടോ. പക്ഷെ താൻ പറഞ്ഞില്ലേ തന്നെ തന്റെ മോളെ ഞാൻ ചതിച്ചെന്ന്. അത് ഞാൻ സഹിക്കൂലടോ. ഇങ്ങനത്തെ ഒരുത്തരെ ആണല്ലോടോ ഞാൻ ചേട്ടാന്നും വിളിച്ച് ഇത്രയും നാളും പുറകെ നടന്നത്. പുല്ലേ, എന്താണ് നോക്കി നിൽക്കുന്നേ? ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം ഈ നായിന്റെ മുന്നിലൂടെ കഴിഞ്ഞുകൂടാ. മാറോ, പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേട്ടോടാ. നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ? ആ കല്യാണം നടക്കാൻ പോകില്ല. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇവിടെ ഒരു കല്യാണം നടക്കൂല. നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഞാൻ പറഞ്ഞ ദിവസം നിശ്ചയിച്ച അതേ മുഹൂർത്തത്തില് ഇവൻ എന്റെ മോടെ കഴുത്തി താലി കെട്ടും. എന്റെ മോടെ കല്യാണം മുടക്കിയിട്ട് തന്റെ മോടെ കല്യാണം നടത്തുമെന്ന? എടോ, അനിയമ്പാവ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കുകയല്ലടോ. അതിന് ചേട്ടമ്പാവ ഒന്നുകൂടെ ജനിക്കണം. അവൻ മാത്രമല്ല ഇവനും. എടാ, വല്ല വല്ല വാക്ക് കേട്ടിട്ട് എന്നെ എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ല, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനെ ഒന്നിനെ ഞാൻ വെച്ചേക്കത്തില്ല. ഒന്ന് കുഴിച്ചുകൂടല്ലാത്തിനെ ഞാൻ. നിനക്കറിയില്ല അനിയമ്പാവ ആരാണെന്ന്. അത് നമുക്ക് നോക്കാവടാ. അനിയമ്പാവയാണോ ചേട്ടമ്പാവയാണോ വലുതെന്ന് ഇനി ആരെങ്കിലും ഒരാളെ മതി. അതേടോ, ഇനി ഒരാള് മതി. അതാരാണെന്ന് നമുക്ക് കാണാം. ആ, കാണാം. ഇനി എന്താ ചെയ്യേണ്ടത്? എന്താ നിന്റെ തീരുമാനം? അവന് അമ്മൂനെ കല്യാണം കഴിക്കണം. അതല്ലേ അതിന്റെ ശരി. അതുമല്ല, ഞാൻ അമ്മൂന്റെ അച്ഛന് വാക്ക് കൊടുത്തതാ. ഇല്ല, ഞാനിവിടെ പോയി കൊടുത്തത് എന്താ? ചാക്കോ, ഇവൻ മാളൂനെ കെട്ടണമെന്നാ എന്റെ അഭിപ്രായം. അപ്പൊ ഞാൻ കൊടുത്ത വാക്കിന് എന്താ വില? കൊട്ടാരം വീട്ടുകാർ വാക്ക് തെറ്റിച്ച ചരിത്രമില്ല. ഞങ്ങൾ ചെമ്പകശ്ശേരിക്കാർ ഒട്ടും തെറ്റിക്കില്ല. ഓ, ഒരു ചെമ്പ്രശ്ശേരിക്കാര് കൊട്ടാരം വീട്ടുകാരുടെ വാലെ കെട്ടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെന്തിനാ ഇവിടെ വലിഞ്ഞു കയറി വന്ന് താമസിക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവിടെ നിന്നിട്ട് തലയ്ക്ക് സൂര്യൻ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. അയ്യോ, അനിയമ്മാവയുടെ ആൾക്കാരാ. കൊച്ചുമുതലാളി പേടിക്കണ്ട, ഇത് ഞങ്ങളാ. അനിയമ്പാവ മുതലാളി അയച്ചതാ. കൊച്ചുമുതലാളി സുരക്ഷിതരായി കല്യാണപ്പന്തലിൽ എത്തിക്കാൻ വന്നതാ ഞങ്ങള്. ആഹാ, അതാണല്ലേ ഉദ്ദേശം? അത് നടക്കില്ല. വേണ്ട, നടക്കണ്ട. ഞങ്ങൾ കാറെ കൊണ്ടുപോകോളാം. അത് നമുക്ക് കാണാം. കൊച്ചുമുതലാളിയെ ചേട്ടമ്പാവനെടുത്ത് ഞങ്ങൾ എത്തിക്കും. എന്നാ കാണാനുള്ളവർ കണ്ടോ, അനിയമ്പാവ കെട്ടിയ പന്തലില് കല്യാണത്തിന് കൊച്ചു മുതലാളി ഉണ്ടാവും. ഇരിക്കുന്നതാ നിങ്ങൾ എന്താടാ ഇതൊക്കെ? ആരാടാ അവന്മാര്? അവരെ പെണ്ണിന്റെ ആൾക്കാരാ. ചെറുക്കനെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വന്നിരിക്കുക.
ഇനി ഒരു നാദസ്വരത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. എന്റെ പ്രേമേന്ദ്രൻ പോയേ. എന്റെ പ്രേമേന്ദ്ര. എന്താ പ്രേമേന്ദ്ര കഥ തുറക്ക്. എന്താ? അയ്യോ, അവൻ ചാകാൻ പോണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കയറി കഥ കടച്ചു. കയ്യിൽ വിഷക്കുപ്പി ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു ശബ്ദം കേൾക്കില്ല. വാതിൽ ചവിട്ടി പൊളിക്കടാ. അതിന് നീ വേണ്ട, ഞങ്ങളുണ്ട്. വാടാ. നിങ്ങളും വാടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. ചവിട്ടി പൊളിക്കടാ. കൊച്ചുമുതലാളി, 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 കൊച്ചുമുതലാളി. കൊച്ചുമുതലാളി. അങ്ങോട്ട് കയറി എന്നല്ല പറഞ്ഞു. കൊച്ചുമുതലാളി. വാടാ. ഛി, പാരട്ട് കിളവന്മാരെ. എവിടാ അവൻ? ആ, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെന്തിനാ നിങ്ങൾ വിളിച്ചു പോയത്? ഇത് ഞങ്ങളുടെ വീടാ. ഇഷ്ടമുള്ളപ്പോൾ വിളിച്ചു പോവും. അങ്ങനെ വിളിച്ചു പോവാനൊന്നും നോക്കണ്ട. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ നോക്കും. വാടാ. അച്ഛൻ വിഷമിക്കണ്ട. അവന്മാർ അവനെ പൊക്കാനൊന്നും പോണില്ല. അവനെ ഞങ്ങള് പൊക്കും. വാടാ. അവിടെ നടക്ക്. അത് കൊള്ളാം. തേടിയ പള്ളി കാറിന് കൈ കാണിച്ചു എന്ന് പറഞ്ഞത് പോലെയായി. നിന്നെ തേടി ഇറങ്ങിയതല്ലേ ഞാൻ. എന്താ എന്താ കാര്യം? നീ എന്ത് പണിയായി കാണിച്ചത്? നിനക്ക് വേണ്ടി 2 കല്യാണ പന്തൽ അവിടെ ഒരുങ്ങി കിടക്കുമ്പോ നീ ഇവിടെ വന്ന് നിൽക്കുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു പന്തൽ നീ ചന്തേ പറ്റൂ. വാ, വന്ന് വണ്ടി കയറേ. അനിയമ്പാവയും ചേട്ടമ്പാവയും കൂടി തമ്മിത്തല്ലെന്ന് കാണാൻ വേണ്ടിട്ടില്ലേ? ആ മോഹം നടക്കാൻ പോകുന്നില്ല. 2 പന്തലിലേക്ക് ഞാൻ വരില്ല. എന്റെ പേരിൽ ഇവിടെ ആരും തമ്മിത്തല്ലാൻ പോകുന്നില്ല. നീ വരൂലേ? വന്നില്ലെങ്കിലേ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് അറിയാടാ. പോയി വണ്ടി കയറാം. അടുത്ത് ചുരുട്ടടാ. അങ്ങനെ. വാ. എന്തെങ്കിലും പറ്റി അവിടെ പോയി പിടി. ഓടാ, പോയി അടിക്കടാ. ചുരുട്ടി കേട്ടടാ. എന്താടാ പറഞ്ഞേ? അവനെ കാണാനില്ലെന്താ? അതോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാ? എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവനിവിടെ ഉണ്ടായിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഓടെല്ലാം. അച്ഛാ, അച്ഛൻ ഇനിയും വാശി പിടിക്കരുത്. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട. ചെറിയച്ഛന്റെ ആഗ്രഹം പോലെ മാളുവിന്റെ കല്യാണം നടന്നോട്ടെ. എനിക്ക് കല്യാണം കുടുംബം ഒന്നും വേണ്ട. എന്റെ അച്ഛൻ മാത്രം മതി. മോളെ, നിനക്ക് വേണ്ടി അച്ഛൻ ഇതിനൊക്കെ ഇറങ്ങിയത്. ഇനി മോളായിട്ട് അച്ഛനെ തോപ്പിക്കരുത്. നിന്റെ കല്യാണം നടക്കും. നടക്കാതിരിക്കണമെങ്കിൽ എന്നെ കൊല്ലണം. കൊല്ലും ഞാൻ, എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒരു പീറ ചരക്കിനെ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടുത്തെ ഉണ്ടകളാണ് തേണ്ടികളെ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവനെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. അളിയൻ വിഷമിക്കണ്ട. അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അവൻ ഇവിടെ എത്തിക്കും. അതുവരെ അവൻ എവിടെയുണ്ടെന്ന് ഒരുത്തനും പിടികിട്ടില്ല. ഉറപ്പാണല്ല? അളിയനോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്താ നേടാനുള്ളത്? ഇപ്പോഴാടാ ശരിക്കും നിങ്ങ എന്റെ അളിയന്മാരായത്.